It's good to be back home. വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതിൽ സന്തോഷമുണ്ട്. Metropolitan Episcopal priests and the Marthoma Church. മാർത്തോമാ സഭയിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിമാരെയും മറ്റ് തിരുമേനിമാരെയും ഒക്കെ കാണുവാൻ കഴിയുന്നതിൽ വീണ്ടും കാണുവാൻ കഴിയുന്നതിൽ സന്തോഷം. I am going to ask that you send the choir to Africa. എനിക്ക് അഭിവന്ദ്യ തിരുമേനിമാരുടെ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങളുടെ ഗായക സംഘത്തെ ആഫ്രിക്കയിലേക്ക് നിങ്ങൾ അയക്കണം. They sing so beautiful. അവൾ വളരെ മനോഹരമായി പാടുന്നുണ്ട്. You are one of the few church that is blessed by voices that worship God Almighty. വളരെ സുന്ദരമായ ശബ്ദത്തോടെ വലിയവനായ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ചുരുക്കം ചില സഭകളിൽ ഒന്നാണ് നിങ്ങൾ മാർത്തോമാ സഭ. If the Metropolitan refuse, മാർത്തോമാ മെത്രാപ്പൊലീത്ത അതിനുള്ള അവസരം നിഷേധിക്കുകയാണെങ്കിൽ I will send 30 young men who are very handsome to come and get married and bring them home. 30 യുവാക്കളെ ഞാൻ ഈ പ്രദേശത്തേക്ക് അയക്കും. ഇവിടുത്തെയുള്ള സുന്ദരിമാരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കും. I saw Metropolitan and Episcopal, you saw only ladies who were clapping, not the men. The men are very sad. ഇപ്പോൾ മെത്രാപ്പൊലീത്ത തിരുമേനിമാരും ശ്രദ്ധിച്ച് കാണുമല്ലോ, പെൺകുട്ടികളാണ് കൂടുതൽ കൈയടിക്കുന്നത്, ആൺകുട്ടികൾ വളരെ ദുഃഖിതരായി കാണപ്പെടുന്നു. I want to journey with you in these 4 days about restoring the image of God in human beings. മനുഷ്യ കുലത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവസാദൃശ്യം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം നടത്തിയ ഇടപെടലുകളെ കുറിച്ചാണ് ഇന്ന് മുതൽ തുടർന്നുള്ള 4 പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. If you look at human beings, they no longer respect the image of God that they see in another person. മറ്റുള്ള മനുഷ്യരെ കാണുമ്പോൾ പലപ്പോഴും ദൈവസാദൃശ്യം കാണുവാൻ കഴിയാതെ ഇന്ന് മാനവകുലം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. So we need to be cured in order to see God in another person. മറ്റുള്ള മനുഷ്യരിൽ ദൈവസാദൃശ്യം ദൈവമുഖം കാണുവാൻ തക്കവണ്ണം ദൈവിക സൗഖ്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. The Gospel of Mark tells us of how Jesus came into humanity to heal those who were sick. രോഗാതുരരായ മനുഷ്യരെ എപ്രകാരം സൗഖ്യമാക്കണമെന്ന് മർക്കോസിന്റെ സുവിശേഷം വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. Among those who were sick, there were some who were demon possessed. ചില രോഗികൾ അവിടങ്ങളിൽ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ദുരാത്മാവും അശുദ്ധാത്മാവും ബാധിച്ച മനുഷ്യരെയും യേശുക്രിസ്തു സൗഖ്യമാക്കുന്നുണ്ട്. This morning we heard about the 2 personality that enters the life of God's child. ദൈവത്തിൻ്റെ മക്കളായി തീർന്ന 2 വ്യക്തികളെ കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ നാം കേൾക്കുകയുണ്ടായല്ലോ. So I have come to remind myself and to remind you that the image of God is in you. നമ്മൾ എല്ലാവരും തന്നെ ദൈവസാദൃശ്യം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന വലിയ സത്യം, പരമമായ സത്യം പ്രഘോഷിക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. We worship a great God Almighty who loves us dearly no matter when we live away from him. ദൈവത്തിൽ നിന്ന് നാം എത്ര അകന്നു പോയാലും നമ്മളെ അദമ്യമായി ആഴമായി സ്നേഹിക്കുന്നവനായ ഒരു വലിയവനായ ദൈവം നമുക്കുണ്ട്. And this God comes to us when we enter the difficult times in our lives. നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷഭരിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് താണിറങ്ങി വരുന്നതായി നാം കാണുന്നു. And so as we go through the storm of life, God is with us. നമ്മുടെ ജീവിതത്തിന്റെ പെരുങ്കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും മധ്യത്തിൽ അവൻ നമുക്ക് സമീപസ്ഥനായി കൂടെ വരുന്നതായി നാം വായിക്കുന്നുണ്ട്. Listen to how David speaks about this God when he was in deep trouble. ദാവീദ് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. Even though I walk in the valley of the shadow of death, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും മരണ താഴ്വരയിൽ കൂടെ നടന്നാലും I will fear no evil, for you are with me. ഞാൻ ഒരിക്കലും ഭയക്കുകയില്ല, കാരണം നീ എനിക്ക് സമീപസ്ഥനാണ്. Your rod and your staff restore that image
of God in me. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുകയും നഷ്ടപ്പെട്ടു പോയ ദൈവസാദൃശ്യം എനിക്ക് മടക്കി തരികയും ചെയ്യും. And so when God comes into the land of Palestine, the people who were sick came towards him. ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്നിട്ടുള്ള പാലസ്തീനിലെ ജനതയിലേക്ക് ദൈവം എപ്രകാരം സൗഖ്യം അയക്കുന്നു എന്നുള്ള പാഠമാണ് നാം മർക്കോസിന്റെ സുവിശേഷത്തിലും യേശുവിന്റെ വാക്കുകളിലും ജീവിതത്തിലും നാം പഠിക്കുന്നത്. Mark calls them the evil spirit. Luke calls them the unclean spirit. മർക്കോസ് ദുരാത്മാവ് എന്ന് വായിക്കുമ്പോൾ ലൂക്കോസ് അശുദ്ധാത്മാവ് എന്നുള്ള ഭൂതം ബാധിച്ച മനുഷ്യർ എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. See, Luke as a doctor began realizing that the unclean spirit have come into the clean body created in the image of God. വൈദ്യനായ ലൂക്കോസിനറിയാം ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരിലേക്ക് എങ്ങനെയാണ് ഈ അശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ വ്യത്യസ്ത ദുരാത്മാക്കൾ കുടിയേറി പാർക്കുന്നത് എന്ന് വൈദ്യനായ ലൂക്കോസിന് നന്നായിട്ടറിയാം. Hey, it's so good to see. I didn't greet you. Tell them what I'm saying. ഇപ്പോഴാണ് അദ്ദേഹം എന്നെ കാണുന്നത്, എന്നെ അഭിവാദനം ചെയ്യാൻ അദ്ദേഹം മറന്നുപോയി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. This man always interpret for me. എന്നോടൊപ്പമുള്ള ഈ പ്രിയ സഹോദരൻ എൻ്റെ പ്രസംഗം ഭാഷാന്തരം ചെയ്യുന്നു, പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. So when we become saint in heaven, we must sit next to each other. നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അടുത്തടുത്ത് ഇരിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. And you can talk to Jesus in your language. I'll speak in Xhosa in a click language. ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ മാതൃഭാഷയിൽ ഞാൻ സംസാരിക്കും, നിനക്ക് നിന്റെ ഭാഷയിലും യേശുവിനോട് സംസാരിക്കാമല്ലോ. Everyone who has the image of God, whenever he or she goes, create images of God in other people. നമ്മൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ മാനവകുലത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനിലും ദൈവസാദൃശ്യം നമുക്ക് കാണുവാൻ കഴിയും. അതിനുള്ള സൗഖ്യം നമുക്കിന്ന് അനിവാര്യമാണ്. My theme is in Mark chapter 1 verse 34. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ, and he healed many who were sick with various kinds of disease. വ്യത്യസ്ത വ്യാധികൾ പിടിച്ച ആളുകളെ, രോഗികളെ യേശു സൗഖ്യമാക്കുന്നതായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Casting out many demons in other human beings. മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അനേക ഭൂതങ്ങളെ ക്രിസ്തു പുറത്താക്കുന്നുണ്ട്. Listen to the Son of the living God. ജീവനുള്ള ദൈവത്തെ, ദൈവത്തിന്റെ പുത്രനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. Mark tells us മർക്കോസ് പറയുന്നു that he would not permit the evil spirit to speak before the human being could speak. ദുരാത്മാവ് ബാധിച്ച മനുഷ്യർ പോലും അവിടെ സംസാരിക്കുന്നതായി നാം കാണുന്നുണ്ട്. For the evil spirit knew the Son of the living God. ഈ ഭൂതഗ്രസ്തർക്ക് പോലും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ മനസ്സിലാക്കുവാൻ, അറിയുവാൻ കഴിയുന്നുണ്ട്. One time my great grandparents shared the story with me when I was 11. എനിക്ക് 11 വയസ്സുള്ള സമയത്ത് എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഈ ഒരു കഥ എന്നോട് പങ്കുവെച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. I am told that I entered this family of Masango very sick. ഞാൻ എൻ്റെ പ്രദേശത്ത് ഞാൻ വളരെ രോഗാതുരനായി, വളരെ വിരളമായ ഒരു രോഗം എന്നെ ബാധിക്കുവാനിടയായി. And in those days money was scarce. ആ കാലഘട്ടത്തിൽ പണം വളരെ ദുർലഭമായിരുന്നു. So money was supposed to use for food, was paying doctors to try and get me healed. അന്ന് പണം പ്രധാനമായും ഭക്ഷണത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുക. അതുകൊണ്ട് ഡോക്ടർക്ക് അടുക്കൽ പണം ചിലവഴിക്കുന്നത് വളരെ ദുഷ്കരമായ, വളരെ ബുദ്ധിമുട്ടുള്ള, ഒരു സാധാരണക്കാരന് താങ്ങാകുന്നതിലപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമായിരുന്നു. And so my grandmother was getting worried about me. അതുകൊണ്ട് തന്നെ എൻ്റെ വല്യമ്മച്ചി എന്നെക്കുറിച്ച് വല്ലാതെ ഭാരപ്പെട്ടു. I'm told she was angry at God and began speaking to God. ഈ എൻ്റെ വല്യമ്മച്ചി ദൈവത്തോട് വളരെ പരുഷമായി, കോപത്തോടെ സംസാരിക്കുവാൻ തുടങ്ങി. I'm aware that Matoma people, mothers do not get angry at God, but mine got angry at God. ഞാൻ വിശ്വസിക്കുന്നു മാർത്തോമാ സഭയിലെ അമ്മമാർ അങ്ങനെ ദൈവത്തോട് കോപിഷ്ഠരാകാറില്ല. പക്ഷേ എൻ്റെ വല്യമ്മച്ചി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുഷ്കരമായ അനുഭവത്തിൽ ദൈവത്തോട് കലഹിക്കുകയാണ്. She picked me up and lifted me to God.
ആ വല്യമ്മച്ചി എന്നെ കൈകളിൽ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഇപ്രകാരം പറഞ്ഞു. Then she said to God, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, listen to me carefully. എന്നെ നീ ശ്രദ്ധിക്കണം. Take this child, because money that is supposed to be used for food is paying doctors. ഈ എൻ്റെ കൊച്ചുമകനെ നീ ദയവായിട്ട് തിരിച്ചെടുക്കണം. കാരണം ഈ കൊച്ചുമകന് വേണ്ടി ചെലവഴിക്കുവാൻ എൻ്റെ പക്കൽ പണമില്ല. അത് ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ഉള്ള പണമാണ്. I think she realized that God may take me. ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ദൈവം എന്നെ എടുക്കുമെന്ന്. She then changed her mind and said, now, in case you don't want to take him, if you heal him, I will give him to you forever. എൻ്റെ വല്യമ്മച്ചി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. നീ ഒന്നുകിൽ ഇവനെ തിരിച്ച് നിന്റെ സന്നിധിയിലേക്ക് എടുക്കണം, അഥവാ നീ ഇവനെ സൗഖ്യമാക്കുകയാണെങ്കിൽ നിന്റെ വലിയ ശുശ്രൂഷയ്ക്കായി ഞാൻ ഇവനെ സമർപ്പിച്ചു കൊള്ളാമെന്ന് ഈ വല്യമ്മച്ചി ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുകയാണ്. Hey, are you saying what I'm saying? That's all right. You keep pushing on. And then my grandmother finally, God answered the last part of the prayer. എൻ്റെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം കർത്താവ് ശ്രദ്ധയോടെ കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്തു. You see, the problem was I was not able to go to school because this sickness, they could not understand what it was. എൻ്റെ രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ എൻ്റെ ജീവിതം ദുഷ്കരമായതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ പോകുവാനും വിദ്യാലയത്തിൽ പോകുവാനും എനിക്ക് കഴിഞ്ഞില്ല. So I got healed. എന്നാൽ ദൈവകൃപയാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. I started going to school. ഞാൻ തിരിച്ച് വിദ്യാലയത്തിലേക്ക് പോകുവാൻ ആരംഭിച്ചു. I had no choice to come into the ministry because she gave me to God to be in the ministry. എനിക്ക് ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ വേലയിലേക്ക് വരാതിരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ വല്യമ്മച്ചി ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതാണ്. What type of prayer do you have when your children are sick? പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ രോഗാതുരരാകുമ്പോൾ, അവർ രോഗികളാകുമ്പോൾ എത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് നാം ദൈവസന്നിധിയിൽ കഴിക്കുന്നത്? Some people pray hard when somebody is sick, and when somebody is healed, they forget to say thank you God. ചിലപ്പോൾ മറ്റു ചില ആളുകൾ വളരെ രോഗികളാകുമ്പോൾ നമ്മൾ കഠിനമായി പ്രാർത്ഥിക്കും. പലപ്പോഴും അവർക്ക് സൗഖ്യം ലഭിക്കുമ്പോൾ നന്ദി പറയുവാൻ നാം വിട്ടുപോകാറുണ്ട്. So the question that I want you to ask you today, why do Christians get sick with a God who's so powerful? ദൈവം ഇത്രമാത്രം ശക്തനാണെങ്കിലും വിശ്വാസികളായ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് രോഗികളായി തീരുന്നത് എന്നൊരു വളരെ അതിപ്രധാനമായൊരു ചോദ്യം ഞാനിപ്പോൾ ഉന്നയിക്കുകയാണ്. Is it wrong for Christians when they are sick to ask questions to God, why me and not the other? എന്തുകൊണ്ട് ഒരു അവിശ്വാസി രോഗിയാകുന്നില്ല എന്നുള്ള വളരെ ദുഷ്കരമായ ഒരു ചോദ്യം ചോദിക്കുന്നത് ദൈവസന്നിധിയിൽ തെറ്റാണോ? During the time of COVID and the pandemic, there were so many who died. കോവിഡ് എന്ന മഹാവ്യാധി ലോകമെങ്ങും ആഞ്ഞടിച്ചപ്പോൾ അനേകായിരങ്ങൾ അവിടെ മരണമടഞ്ഞതായി നാം വായിച്ചിരുന്നു. And the question we're asking is, why God this pandemic at this time? ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പകർച്ചവ്യാധി എന്ന് നാം എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്. For those who love to come to Maraman, they were asking a question, why are we not having Maraman? But COVID was there. ഞാൻ ഒരു മാരാമണിലേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസി ചോദിക്കുകയാണ്, അയ്യോ ഞാൻ മാരാമണിൽ വന്നതുകൊണ്ട് എനിക്ക് കോവിഡ് ബാധിച്ചുവോ? But God was in a midst of chaos with COVID, healing those that were healed. നമുക്ക് ചരിത്രത്തിലൂടെ നാം വായിക്കുന്നുണ്ട്, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം തമ്പുരാൻ സൗഖ്യത്തിന്റെ കരം നമ്മിന്റെ മധ്യത്തിലേക്ക് അയച്ചതായി നാം വായിക്കുന്നുണ്ട്. There are many who did not believe that COVID was alive, and then they began realizing when they bury those who were worshiping with him. ദൈവസന്നിധിയിൽ അനേകം ആളുകൾ അവിടെ അന്ന് അടക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എങ്കിലും ദൈവത്തിന്റെ സൗഖ്യ കരങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. Look at this God. നാം ദൈവത്തിന്റെ മുൻപിലേക്ക് നോക്കുക. The evil spirit listened to him and they are frightened of him because he represents the kingdom of God. ഭൂതബാധിതർ പോലും അവന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയും പരിഭ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് ക്രിസ്തുവിലൂടെ മുഴങ്ങിക്കേട്ടത്.
And so Mark tells us that Jesus went to the house of Simon Peter. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു പത്രോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നതായി. And as he entered that home, അവൻ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. The mother-in-law of Simon was sick. ശിമോൻ പത്രോസിന്റെ അമ്മായിയമ്മ ജ്വരം ബാധിച്ച് പനി പിടിച്ച് അവിടെ കിടന്നതായി നാം വായിക്കുന്നുണ്ട്. I want you to know the mother-in-law. നമുക്കറിയാം അവിടെ നാം വായിക്കുന്നത് അമ്മായിയമ്മ, മദർ ഇൻ ലോ എന്നാണ്. When I got married 53 years ago, 53 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിവാഹം കഴിച്ചപ്പോൾ I had a mother, not in law, but the mother in love. എനിക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു അമ്മായിയമ്മയല്ല ഉണ്ടായിരുന്നത്, സ്നേഹനിധിയായ ഒരു അമ്മയായിരുന്നു എനിക്ക് ലഭിച്ചത്. She loved me so dearly. അവൾ എന്നെ വളരെ ആഴമായി സ്നേഹിച്ചു. She had only 3 girls and there was no boy. കാരണം അവൾക്ക് 3 പെൺകുട്ടികളായിരുന്നു, ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. So when I entered, I became the firstborn. ഞാൻ ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവരുടെ ആദ്യപുത്രനായി, സീമന്തപുത്രനായി എന്നെ അവർ സ്വീകരിച്ചു. She spoiled me so much that the 3 girls started quarreling. എന്നെ ഭവനത്തിലേക്ക് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അവളുടെ പെൺമക്കൾ വല്ലാതെ കലഹിക്കുവാൻ, വഴക്കുണ്ടാക്കുവാൻ ഇടയായി. That is why I call her a mother in love. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് സ്നേഹത്തിന്റെ ഉറവയായ ഒരു അമ്മയാണ് എൻ്റെ അമ്മായിയമ്മ. If you have a mother-in-law, you are in trouble. നിങ്ങൾക്ക് ഒരു അമ്മായിയമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ചില കുഴപ്പത്തിൽ ചെന്ന് ചാടും. Because the law comes before love. പലപ്പോഴും നിയമം അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ മുൻപായിട്ട് വരും. Jesus entered Peter's home and the mother-in-law was sick. നാം യേശുക്രിസ്തു ആ ശിമോൻ പത്രോസിന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ശിമോൻ പത്രോസിന്റെ സ്നേഹനിധിയായ അമ്മായിയമ്മ അവിടെ രോഗാവസ്ഥയിലായിരുന്നു, പനി ബാധിച്ചു കിടക്കുകയായിരുന്നു. At this time Jesus uttered no words. ഇവിടെ നാം വായിക്കുന്നത് യേശുക്രിസ്തു ശിമോൻ പത്രോസിന്റെ അമ്മായിയമ്മയോട് ഒരു വാക്കും ഉച്ചരിക്കുന്നതായി നാം വായിക്കുന്നില്ല. All that he did was to touch the mother-in-law and fever left out. സ്നേഹനിധിയായി അമ്മായിയമ്മയുടെ ശരീരത്തേക്ക് അവന്റെ കരങ്ങൾ സ്പർശിച്ചതിലൂടെ അവളുടെ ശരീരത്തിൽ നിന്ന് പനി വിട്ടുമാറുകയാണ്. Restoring the image of God in her. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസാദൃശ്യം ഈ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ അവിടെ ക്രിസ്തു തിരികെ കൊടുക്കുകയാണ്. God, who is Emmanuel, who lived with us, was touching the body and the body responded. നമ്മോടുകൂടെ പാർക്കുന്ന ഇമ്മാനുവലായ ദൈവം ആ രോഗാതുരമായ ശരീരത്തിന്റെ മേൽ സ്പർശിച്ച് അവളെ സൗഖ്യമാക്കുകയാണ്. And so people heard about this miracle and they began calling each other. ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾ പരസ്പരം വിളിച്ചു പറയുവാൻ തുടങ്ങി, ഇതാ ഇവൾക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ള വാർത്ത. They came. അവർ അവരുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. They believed. അവർ വിശ്വസിക്കുന്നത് കൊണ്ടല്ല അവന്റെ അടുക്കലേക്ക് വന്നത്. Because they wanted their own to be healed. അവർ യേശുവിന്റെ അടുക്കലേക്ക് വന്നത് വിശ്വാസം ഉണ്ടായിട്ടല്ല, പകരം അവർക്കും മറ്റുള്ളവർക്കും രോഗസൗഖ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ. Now the question I want to ask is, ഞാനിപ്പോൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, why do you come to worship in Martoma? മാർത്തോമ സഭയിൽ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും എന്തിനാണ് നാം ആരാധനയ്ക്കായി വരുന്നത്? Some may come because it is okay to do. My grandparents arrived, my grandparents are here, therefore I have to be here. ചില ആളുകൾ പറയും, എൻ്റെ വല്യമ്മച്ചനും വല്യമ്മച്ചിയും ഇവിടെ ആരാധിച്ചതാണ്, അവരുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ദേവാലയത്തിൽ വരുന്നു എന്ന് ചിലർ പറയാമായിരിക്കും. Some may come because they need a miracle of healing. ചില ആളുകൾ ഒരുപക്ഷെ രോഗസൗഖ്യത്തിന്റെ അത്ഭുതത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ദേവാലയത്തിൽ വരുന്നത്. Some may come because their spiritual life is healed when they are in worship. ചില ആളുകൾ വരുന്നത് അവരുടെ ആത്മീയ ജീവിതത്തിൽ സൗഖ്യവും വളർച്ചയും അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് അവർ ആരാധനയ്ക്കായി കടന്നു വരുന്നത്. The question I want to ask is, do you come because you're sick and you want to be healed? എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നത് നിങ്ങൾ രോഗം ബാധിച്ച് സൗഖ്യം ലഭിക്കുക എന്ന ആഗ്രഹത്തോടെയാണോ? Do you come because your mother-in-law is attending and you will scold you when they don't see you in worship?
നിങ്ങൾ ഈ ആരാധനയെ സംബന്ധിക്കുന്നത് നിങ്ങളുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ ആരാധനയെ സംബന്ധിക്കുന്നത്? Or do you come because it's custom to do that because our great grandparents have done that? നിങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഇങ്ങനെ വന്നു എന്നുള്ള ഒരു പതിവ് ക്രമം അത് തുടരുവാൻ തക്കവണ്ണം പാരമ്പര്യമായി തുടരുവാനാണോ നിങ്ങൾ വന്നത്? I want to remind you that you are created in the image and likeness of God. എനിക്ക് ഇന്ന് നിങ്ങളെ ഈ ഉച്ച കഴിഞ്ഞ് ഓർപ്പിക്കുവാനായിട്ടുള്ളത് നാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. God loves you even though you may move away from the love of God. ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങൾ എത്ര അകന്നു പോയാലും അവൻ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ വലിയവനായ ദൈവം. This powerful God neither sleep nor slumber. നമ്മുടെ കർത്താവ് ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല, അവൻ എപ്പോഴും ഉണർന്നിരിക്കുന്ന ദൈവമാണ്. He's a God who's concerned about your struggles of life. നിങ്ങളുടെ ജീവിതത്തിന്റെ പരിവരത്ത് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് നമ്മുടെ വലിയവനായ ദൈവം. If you're sick, നാം രോഗികളാകുമ്പോൾ, or your loved one is sick, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗികളാകുമ്പോൾ, we sometimes ask, does God care about this sickness? നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, എന്റെയോ എൻ്റെ പ്രിയപ്പെട്ടവരുടെയോ രോഗാനുഭവങ്ങളെ കുറിച്ച് ദൈവം അറിയുന്നുണ്ടോ, ദൈവം അതിൽ നമ്മളെ കരുതുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചേക്കാം. I nearly said as I'm getting old. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാർദ്ധക്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. An African person doesn't get old. സാധാരണഗതിയിൽ ആഫ്രിക്കയിൽ അങ്ങനെ വ്യക്തികൾ വൃദ്ധ അനുഭവത്തിലേക്ക് പ്രവേശിക്കാറില്ല. We always say as I mature in age. ഞാൻ ഇത്രമാത്രം പ്രായം എനിക്കുണ്ട്, അല്ലാതെ ഞാൻ വാർദ്ധക്യത്തിലേക്ക് പോയി എന്ന് പറയാറില്ല. I began questioning God when the children are sick. ഞാൻ ചിലപ്പോഴെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എൻ്റെ കുട്ടികൾ രോഗികളായി തീരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. I realized that I was more sick than the sick child because it troubled me. ചിലപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളാകുമ്പോൾ എൻ്റെ രോഗാനുഭവത്തെക്കാൾ കാഠിന്യമേറിയതായി ചിലപ്പോഴെങ്കിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുട്ടികളുടെ രോഗാനുഭവങ്ങൾ. You see, the troubles of the storm is God is shaping you and your spiritual life in prayer. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള രോഗാനുഭവങ്ങളിലും സംഘർഷാനുഭവങ്ങളിലൂടെയും നമ്മുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുക. Sometimes when I stand at a grave and I'm burying a beloved member of the church, this image comes. ചിലപ്പോഴെങ്കിലും സെമിത്തേരിയിൽ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ സംസ്കാരം നടത്തുവാനായിട്ട് ഞാൻ അവിടെ വരുമ്പോൾ ഈ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. And I will say, why God? ദൈവമേ, എന്തുകൊണ്ട് ഈ മനുഷ്യനെ നീ വിളിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. And then I'm reminded by the book of Revelation that God says the following. പക്ഷേ ദൈവം തമ്പുരാൻ വെളിപാട് പുസ്തകത്തിലൂടെ എനിക്ക് ചിലത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. God will wipe away all tears from your eyes. ദൈവം തമ്പുരാൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയും. Death shall be no more. അവിടെ കരച്ചിൽ ഉണ്ടാവുകയില്ല. Neither mourning shall be there. അവിടെ വിലാപവും ദുഃഖവും മുറവിളിയും ഉണ്ടാവുകയില്ല. Or pain. അവിടെ ദുഃഖവും മുറവിളിയും ഉണ്ടാവുകയില്ല. These things will pass away when the kingdom of God comes. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ മുറവിളിയും കഷ്ടതയും മരണവും എല്ലാം നീങ്ങിപ്പോകും, കർത്താവിനാൽ തുടച്ചു നീക്കപ്പെടും. The time of sickness is a time when God is asking us to slow down and listen to what God is നമ്മുടെ saying. ജീവിതത്തിന്റെ കഷ്ടാനുഭവങ്ങളുടെ രോഗാനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അല്പം അവധാനതയോടെ സാവധാനതയോടെ നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. Listen to how God speaks to John in the island of Patmos. നമ്മൾക്ക് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അപ്പോസ്തലനായ യോഹന്നാനോട് പത്മോസ് ദ്വീപിൽ വെച്ച് ഏകാന്തതയുടെ മധ്യത്തിൽ ദൈവം സംസാരിക്കുന്നത്. During a difficult time in his life. അവന്റെ ജീവിതത്തിലെ പ്രശ്ന സങ്കീർണമായ അനുഭവത്തിൽ ദൈവം അവനോട് ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. And God tells him, write these things so that others may know
that I'm the living God. ഈ പ്രശ്നസങ്കീർണമായ അവസ്ഥയുടെ മധ്യത്തിലും ദൈവം യോഹന്നാനോട് പറയുന്നുണ്ട്, നീ ഇത് എഴുതുക, അതിലൂടെ അടുത്ത തലമുറ ഇത് വായിച്ചറിയുവാൻ ഇടയാകണം. So he writes these words. അവൻ അങ്ങനെ വെളിപാട് പുസ്തകത്തിലെ ചില വാക്യങ്ങൾ എഴുതുന്നതായി നാം And വായിക്കുന്നു. I heard a loud voice from the throne of heaven speaking to me. ഞാനൊരു മഹാശബ്ദം സിംഹാസനത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേൾക്കുന്നു. Look, God's dwelling place is now among human beings. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം ഇവിടെ വെളിപ്പെടുകയാണ്. He dwells among them. മനുഷ്യരോടുകൂടെ ദൈവം ഇതാ ഇവിടെ പാർക്കുന്നു, കൂടാരം അടിച്ചു And പാർക്കുന്നു. they will be his own people. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. A God who was crucified and understood what pain it's all about. ക്രൂശിൽ ജീവിതത്തിന്റെ തീക്ഷ്ണമായ വേദനയിലൂടെ കടന്നുപോയ ക്രിസ്തുവിന് മനുഷ്യന്റെ വേദനകളുടെ ആഴം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. A God who wept for Lazarus when he stood before death. ലാസറിന്റെ ജീവിതത്തിലും നാം ഇതേ ചിത്രം നാം വായിക്കുന്നുണ്ട്. This is the living God that you and I are worshiping him in spite of the storms of the world. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ജീവനുള്ളവനായ നമ്മോടുകൂടെ പാർക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽ നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. I'm convinced that എനിക്ക് God doesn't want us to be sick. എനിക്ക് അറിയാം, നമ്മൾ ആരും രോഗികളായി കാണണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. And so Revelation reminds me that one day sickness will come to the end. വെളിപാട് പുസ്തകം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്, ഒരിക്കൽ നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മുടെ രോഗാനുഭവങ്ങളൊക്കെയും തുടച്ചു നീക്കപ്പെടും എന്നുള്ള വലിയ സത്യം. Because I'm a human being, I ask, why not address it now? പലപ്പോഴും ഒരു മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിലപ്പോഴെങ്കിലും ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എന്തുകൊണ്ട് ആ സൗഖ്യം എനിക്ക് ലഭിക്കുന്നില്ല? We still get sick, and why, we ask God Almighty. എപ്പോഴും ഞാൻ രോഗിയായിത്തീരുന്നല്ലോ, പിന്നെയും ഞാൻ വലിയവനായ ദൈവം എന്ന് എങ്ങനെയാണ് ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുക? Remember, even though we are sick, God is there with us, suffering with us. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട പരമമായ സത്യം, കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ദൈവം നമ്മോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ തീവ്രമായ വേദനകളിൽ പങ്കാളിയാകുന്നുണ്ട്. More than that, God cares for us when we are sick. അതിനേക്കാൾ അപ്പുറമായി നാം രോഗികളാകുമ്പോൾ അവനൊരു അമ്മ നമ്മെ ചേർത്തു പിടിക്കുന്നത് പോലെ നമ്മെ ചേർത്തു പിടിക്കുന്നുണ്ട്. Always wanting to restore us into full human being. നമ്മെ മനുഷ്യന്റെ ജീവന്റെ സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മളെ കരുതുന്ന, ചേർത്തണയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് ക്രിസ്തുവിൽ നാം വായിച്ചെടുക്കുന്നത്. During COVID, I was one of those who were sick. കോവിഡ് കാലഘട്ടത്തിൽ രോഗിയായി തീർന്ന ഒരാളാണ് ഞാൻ. I got COVID at Easter after giving the Eucharist. ഈസ്റ്റർ ദിനത്തിലെ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച സമയത്താണ്, ആ ആരാധനയിൽ പങ്കെടുത്തത് മൂലമാണ് ഞാൻ കോവിഡ് രോഗിയായി തീർന്നത്. Delta was so cruel that so many people had to be buried in 3 days. ആ ദിവസങ്ങളിൽ, ആ 3 ദിവസങ്ങളിൽ അനേകം ആളുകൾ മരണമടയുകയും അവരുടെ ഭൗതിക ശരീരങ്ങൾ മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. In South Africa, they then restricted only 50 people can bury the dead. ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഈ ഒരു കാലഘട്ടത്തിൽ 50 പേർക്ക് മാത്രമേ ഒരുമിച്ച് കൂടുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. So on Easter Monday I got sick, and then I started asking God, why? ഞായറാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച ഞാൻ കോവിഡ് ബാധിതനായി തീർന്നപ്പോൾ വളരെ ദുഃഖത്തോടെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം ബാധിച്ചു? My Greek neighbor was refusing me to go to the hospital because he said I will not come back. എൻ്റെ അയൽവാസി എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അദ്ദേഹം ഒരു നിഷേധാത്മകമായ സമീപനം അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. My next door other neighbor is a medical doctor, Mohammed, and she say you have to go. എൻ്റെ സമീപത്തുള്ള ഡോക്ടർ പറഞ്ഞു, നീ നിശ്ചയമായും ആശുപത്രിയിൽ പോകണം. She brought the machine because I could not breathe.
അവൾ എൻ്റെ ഭവനത്തിലേക്ക് ഒരു യന്ത്രം കൊണ്ടുവന്ന്, കാരണം എനിക്ക് ശ്വസിക്കുവാൻ കഴിയാതെ, ശ്വാസം എടുക്കുവാൻ കഴിയാതെ ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. Once you take that journey, the chances of coming back alive was few. ഞാൻ ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള സംഘർഷഭരിതമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവിടെ ജീവിതത്തിൽ മടങ്ങി വന്നത് പലപ്പോഴും കുറച്ച് ആളുകൾ മാത്രമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും മരണപ്പെട്ടിരുന്നു. As you enter the hospital, people are wearing the gear you cannot even see the face. ആശുപത്രികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പലപ്പോഴും പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ട് അവരെ തിരിച്ചറിയുവാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ല. The television in the evening was telling us 3,000 to 4,000 people have died on that day. അന്നത്തെ സായാഹ്നത്തിലെ ടെലിവിഷനിലെ വാർത്തയിൽ 3,000 മുതൽ 4,000 ആളുകൾ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കുവാനിടയായി. And I was lying there. ഞാൻ അവിടെ കിടക്കുകയാണ്. God sends an angel of a young nurse. ഒരു വളരെ ചെറുപ്പക്കാരിയായ ഒരു നേഴ്സിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ മാലാഖ എൻ്റെ സമീപത്തേക്ക് വരികയാണ്. He says to me, switch on off the television. അവൾ എന്നോട് പറഞ്ഞു, നിന്റെ മുൻപിലുള്ള ടെലിവിഷൻ ദയവായി നീ അത് സ്വിച്ച് ഓഫ് ചെയ്യണം. It's going to tell you that tomorrow you're dying. ആ വാർത്തകൾ നിന്നെ പരിഭ്രമിപ്പിക്കും, കാരണം നാളെ മരിക്കുമെന്നുള്ള ഭീതി നിന്നിൽ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. Start reading. അതുകൊണ്ട് നീ വായിക്കുവാൻ തുടങ്ങുക. In the morning, there is a trolley that takes the bodies to the mortuary. പല മോർച്ചറിയിലേക്ക്, ശീതീകരണ സംവിധാനങ്ങളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന ട്രോളികൾ എനിക്ക് കാണുവാൻ You കഴിയുന്നുണ്ട്. look at there and say, maybe tomorrow it's me. ഈ ഭൗതിക ശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വികാരം, ഒരുപക്ഷെ നാളെ ഞാനും ഇങ്ങനെ ആയിത്തീരുമോ എന്ന്. The angel of death was surrounding that ward at all the time. And when sunset comes, we started praying. എൻ്റെ ആ വാർഡിൽ ഞാൻ കിടക്കുന്ന കിടക്കയുടെ ചുറ്റും ദൈവത്തിൻ്റെ മാലാഖമാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സന്ധ്യയെങ്കിൽ വൈകുന്നേരത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. And so God healed me. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് സൗഖ്യം നൽകി. So when I went back to school, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിലേക്ക്, യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ മടങ്ങിപ്പോയപ്പോൾ, let me tell you this. My students were on a Zoom praying for me at 6 in the morning. എൻ്റെ വിദ്യാർത്ഥികൾ രാവിലെ 6 മണിക്ക് സൂം മീറ്റിംഗിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. At noon they were praying. ഉച്ചയ്ക്കും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. In the evening they were praying. വൈകുന്നേരത്തും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. And their prayers were so simple. അവരുടെ പ്രാർത്ഥനകൾ വളരെ ലളിതമായിരുന്നു. God heal our professor to come back to the university. കർത്താവേ, ഞങ്ങളുടെ അധ്യാപകനെ നീ സൗഖ്യമാക്കണമേ, യൂണിവേഴ്സിറ്റിയിൽ മടങ്ങി വന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കണമേ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥനയാണ് അവർ നിർവഹിച്ചത്. So when the Zoom starts, I say, here we go again. God heal the professors to come back to the university. അവർ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളുടെ അധ്യാപകനെ സർവകലാശാലയിലേക്ക് മടക്കി കൊണ്ടുവരണമേ. On the fourth day I answered them. നാലാം ദിവസം ഈ പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മറുപടി കൊടുത്തു. God, they want me to come back so that I can teach them. They graduate, then will come back and say, take him home to the Lord. ഞാൻ അവരോട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ അവർ മടങ്ങി വന്ന് ദൈവത്തിന്റെ വേലക്കാരായി തീരുമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. They wanted to graduate. കാരണം അവർക്ക് ബിരുദം സമ്പാദിച്ച് കർത്താവിന്റെ വേലയ്ക്കായി പോകേണ്ടതുണ്ട്. The miraculous God is a God who healed me and sent me back to continue the kingdom's work. വലിയവനായ ദൈവം, സൗഖ്യദായകനായ ദൈവം എനിക്ക് സൗഖ്യം നൽകി എന്നെ തിരികെ എൻ്റെ സർവകലാശാലയിലേക്ക് പഠിപ്പിക്കുവാൻ നിയോഗിച്ച് അയക്കുന്നുണ്ട്. So you and I are healed from COVID. The question is, what is it that we have to do with the remaining time that God has given? ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം സാക്ഷിക്കുന്നുണ്ട്. കോവിഡിന്റെ അതിജീവന കഥകൾ നമുക്കൊക്കെ പറയുവാനുണ്ട്. പക്ഷെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ദൈവം നമുക്ക് ദാനമായി നൽകിയ ശേഷിച്ച ജീവിതം നാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? And so God has spared us and has given us a mission
so that others may see the image of God. ദൈവം തമ്പുരാൻ As നമ്മെ we are. രോഗത്തിൽ നിന്ന് വിടുവിച്ചത് മറ്റുള്ളവർ നമ്മിലൂടെ ദൈവത്തെ അറിയുക എന്നുള്ള വലിയ ദൗത്യത്തോടെയാണ് നമ്മളെ അവൻ സൗഖ്യമാക്കിയത്. Whether we are sick or not sick, നമ്മൾ രോഗികളോ സൗഖ്യമുള്ളവരായിരിക്കാം, God has brought us for a purpose on earth. ഈ ഭൂമിയിൽ ചില നിയോഗങ്ങൾ നിർവഹിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. For some is to sing to ചില the ആളുകൾ glory of God. ദൈവമഹത്വത്തിനായി പാടുവാൻ വിളിക്കപ്പെട്ടവരാണ് ചിലർ. For some is to be preachers of the kingdom of God. ദൈവരാജ്യത്തിന്റെ സുവിശേഷകരായി പ്രസംഗകരായി തീരുവാനായിരിക്കാം For ചിലരുടെ some is നിയോഗം. to encourage others to come to the kingdom of God. ദൈവരാജ്യത്തിലേക്ക് വിളിച്ചു ചേർക്കുന്ന ചില പ്രോത്സാഹകരായി മാറുവാനുള്ള So നിയോഗം. I am asking you to find out what is the last mission that you have to give. ജീവിതത്തിന്റെ at this time. ദർശനവും ജീവിതത്തിന്റെ ദൗത്യവും നമ്മുടെ എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ചോദ്യം ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. In that ward there was an 88-year-old man during the time of COVID. ഞാൻ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ വാർഡിൽ 88 വയസ്സുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was on the machine because he could not breathe. അദ്ദേഹത്തിന് ശ്വസനം നടത്തുവാനുള്ള സഹായമുള്ള യന്ത്രത്തോടു കൂടിയാണ് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നിരുന്നത്. He was there for a week. അദ്ദേഹം അവിടെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. Then he got healed. അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു. Then the doctor gave him an invoice of what he must pay. രോഗസൗഖ്യത്തിന് ശേഷം അവിടെ ആശുപത്രി അധികൃതർ അദ്ദേഹത്തിനൊരു ബില്ല് കൊടുക്കുകയാണ്. എത്ര പണം അടയ്ക്കണം എന്നതിനെ കുറിച്ചുള്ള ബില്ല്. He was to pay $50,000 for 1 week. 50,000 അമേരിക്കൻ ഡോളർ അദ്ദേഹം ആശുപത്രി അധികൃതർക്ക് അടയ്ക്കണമെന്നുള്ള ബില്ലാണ് ആ മനുഷ്യന് ലഭിച്ചത്. And the old man started crying. ഈ വൃദ്ധനായ മനുഷ്യൻ കരയുവാൻ തുടങ്ങി. The young doctor said, no, I can reduce it because I see you're old. ഡോക്ടർ ഈ മനുഷ്യന്റെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കുകയാണ്, നീ കരയേണ്ട, നീ വളരെ വൃദ്ധനാണ്, നിന്റെ ആശുപത്രി ബില്ല് ഞാൻ കുറച്ചു തരാം എന്ന് ഈ ഡോക്ടർ പറയുന്നു. And the old man says, no, I have money to pay. The reason I'm crying is that I'm worried about God. ഞാൻ അപ്പോൾ ഡോക്ടറോട് ഈ മനുഷ്യൻ പറയുന്നു, അല്ലല്ല, എനിക്ക് ഈ 50,000 ഡോളർ അടയ്ക്കുവാൻ കഴിയും, പക്ഷേ ഞാൻ ദൈവത്തോടുള്ള ഒരു കലഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. If for 7 days it costs $50,000, 50,000 ഡോളർ ഒരാഴ്ചത്തേക്ക് എനിക്ക് ചിലവാക്കേണ്ടി വന്നുവെങ്കിൽ, I'm 88 years. If God send me the invoice of how much I pay, ഈ 88 വർഷം ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചതിന് ദൈവം എനിക്കൊരു ബില്ല് തരികയാണെങ്കിൽ എത്ര കോടി രൂപ എനിക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ഈ മനുഷ്യൻ ഡോക്ടറോട് പറഞ്ഞു. He reminded us that every time when we open our eyes in the morning, we should thank God Almighty. ഞാനും നിങ്ങളും ഓരോ നിമിഷവും ഓരോ പ്രഭാതം കണ്ടുണരുമ്പോഴും നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ദൈവം ഈ ആയുസ് നൽകിയല്ലോ എന്നോർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടതുണ്ട്. What is the airtime that you all have here in India? The airtime that you buy? Airtime for the cell phone. Airtel. Can you imagine that the Airtel that God gives you is better than the Airtel in India? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം തമ്പുരാന് നമ്മളോട് ആശയവിനിമയത്തിലുള്ള കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വലുതാണ്. So you pay rupees for the Airtel and God gives it freely for you, and all you have to do is now thank you, all our God. എനിക്കും നിങ്ങൾക്കും പലപ്പോഴും നമ്മൾ ആശയവിനിമയത്തിന് പണം മുടക്കേണ്ടി വരുന്നു, എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ആശയവിനിമയം നടത്തുവാൻ നമുക്കൊന്നും നൽകേണ്ടതില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, നന്ദി പറയുക. So when I wake up every morning, I thank God for the bonus time that God has given me. ഓരോ പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോഴും ദൈവം എനിക്ക് നൽകിയ, കൂട്ടി നൽകിയ, നീട്ടി നൽകിയ ജീവിതത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാറുണ്ട്. The scripture tells us our days are 70 years, and after that is bonus, and you need to thank God Almighty. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, 70 ഏറെയായാൽ 70 നമുക്ക് അതിന് കൂടുതൽ കിട്ടുന്നത് ദൈവത്തിന്റെ ഔദാര്യമാണ്, മഹാമനസ്കതയാണ്. So those of us who are above 70 needs to open their eyes and say, thank you for the free airtime
that you give us. 70 വയസ്സിന് മുകളിലുള്ള ഓരോ വ്യക്തികളും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ നീ എൻ്റെ ആയുസ് നീട്ടിത്തന്നതിനാൽ നിനക്ക് സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. So when Jesus healed the mother-in-law, the other people started coming and he had to ask them to move away from there. ശിമോൻ പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്ന സംഭവത്തിൽ അനേകം ആളുകൾ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. Let us go somewhere else, to the nearby village, to preach the kingdom of God. എന്നാൽ നമ്മുടെ കർത്താവ് അവിടെ നിൽക്കുന്നില്ല. അവൻ വീണ്ടും അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ മുൻപോട്ട് പോവുകയാണ്. He then reminds the 12 that he had come to preach about the kingdom of God which is among us. 12 അപ്പോസ്തലന്മാരെ അവൻ നിരന്തരമായി ഓർപ്പിക്കുന്നത്, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ്. So healing is a small portion of the kingdom. The gospel must be preached so that people may believe. ഈ ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് മഹത്തരമായ ഒരു ശുശ്രൂഷയാണ്. അതിൽ സൗഖ്യദായക ശുശ്രൂഷ എന്ന് പറയുന്നത് പല ശുശ്രൂഷകളിൽ ഒന്ന് മാത്രമാണ്. And so when you preach the word of God, when you come to those who hate, you begin to love them. They see the beauty of God surrounding them. നാം ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ വിദ്വേഷിക്കുന്നവരോടും പകയ്ക്കുന്നവരോടും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നമ്മിലുള്ള ദൈവത്തെ, ദൈവത്തിന്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർ കാണുവാനിടയാകണം. So God reminds us through Jesus Christ that the message of God must be proclaimed throughout the world. ക്രിസ്തുവിലൂടെ ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകമെങ്ങും, ഈ ലോകത്തിന്റെ അവസാനത്തോളം പ്രഘോഷിക്കപ്പെടണം എന്നുള്ള സത്യമാണ്. So that the message of God Almighty may unfold into many others. അതുകൊണ്ട് തന്നെ അനേക ആയിരങ്ങളിലേക്ക് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പകരപ്പെടുവാൻ ഇടയാകണം. The message of God with the kingdom of God is that the time is ripe, and that is why Jesus had come. നമ്മുടെ കർത്താവിന്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു, വയലുകൾ വിളഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം എങ്ങും പ്രഘോഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. The message that Jesus proclaimed was to remind us that we are created in the image and likeness of God. ദൈവത്തിന്റെ, നമ്മുടെ കർത്താവിലൂടെ കേട്ടതായ സുവിശേഷം നമ്മളെ നിരന്തരം ഓർപ്പിപ്പിക്കുന്നത് നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നതാണ്. Preaching the word is far more stronger than healing. Healing becomes a bonus for us. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് അതിമഹത്തായ ദൗത്യം. അതിനോടൊപ്പം സൗഖ്യദായക ശുശ്രൂഷ എന്ന് പറയുന്നത് അതിനനുബന്ധമായി നാം ചെയ്യേണ്ട ശുശ്രൂഷയാണ്. So God has created some to be medical doctors to do the healing on behalf of God Almighty. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ചിലർക്ക് സൗഖ്യം നൽകുവാൻ ചില ആളുകളെ ദൈവം ഭിഷഗ്വരരായി, ഡോക്ടേഴ്സായി നിയോഗിക്കാറുണ്ട്. God has created some to research, to do cure in medicine. മെഡിക്കൽ രംഗത്ത് ഗവേഷണം നടത്തി സൗഖ്യത്തിന്റെ തലങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ചിലരെ നിയോഗിക്കും. Miracle of touching and healing is another part of ministry, but the gospel is superseded. ചിലരെ സ്പർശിച്ചതിലൂടെ, ചേർത്ത് പിടിക്കുന്നതിലൂടെ സൗഖ്യം നൽകുന്നതും ഒരു ശുശ്രൂഷയാണ്. എന്നാൽ അതിൽ പ്രധാനം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. So the kingdom of God supersede miracles. നമ്മൾ പലപ്പോഴും അതിശയത്തെ കാണുന്നത് എപ്രകാരമാണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് അതിശയം എന്ന് പറയുന്ന വസ്തുതയെ മറികടക്കുന്നതാണ്. You don't come to God because you are healed. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നത് നിങ്ങൾ സൗഖ്യം ലഭിച്ചത് കൊണ്ടല്ല, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. You come to God for your faith is anchored on Christ, the solid rock. ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ 12 ചുവട്ടിൽ ദൈവത്തെ ആരാധിക്കുവാൻ വന്നിട്ടുള്ളത്. This morning our brother told us about the shooting in Charleston, North Carolina. ഇന്ന് പ്രഭാതത്തിലെ പ്രസംഗത്തിൽ നാം കേട്ടതുപോലെ അവിടെ ഉണ്ടായ വെടിവെപ്പ് എന്ന സംഭവത്തെക്കുറിച്ചും നാം കേൾക്കുകയുണ്ടായല്ലോ. The shooting of the young man who shot people in the church. അവിടെ ചെറുപ്പക്കാരൻ ഒരു തോക്ക് ഉപയോഗിച്ച്
അവിടെ വെടിവെച്ചതിനെ കുറിച്ചുള്ള കഥ, സംഭവ കഥ ഇന്ന് പ്രഭാതത്തിൽ നാം കേട്ടുവല്ലോ. On Sunday, that day we had an old lady who was faithful, who loved Jesus so much. അവിടെ ആ ഞായറാഴ്ച അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്, ക്രിസ്തുവിനെ അദമ്യമായി സ്നേഹിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീ. Her prayer was that God must heal the young man and bless the parents that have brought that young man into life. ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ ജീവൻ മടക്കി ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന. Then she prayed for those who have lost lives in those families. ജീവനെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയും പിന്നീട് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ആ വൃദ്ധയായ വിശ്വാസി പ്രാർത്ഥിക്കുന്നുണ്ട്. She was 110 years old. അവൾക്ക് 110 വയസ്സുണ്ടായിരുന്നു. When she started praying, some Christian complained because she took time to talk to God. അവൾ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ പിറുപിറുക്കുവാനും പരാതിപ്പെടുവാനും തുടങ്ങി. കാരണം അവൾ പ്രാർത്ഥിക്കുവാൻ ദീർഘസമയം എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ. And so when you're restored in the image of God, you will always share love to those who hate you and those who don't need you. ദൈവസാദൃശ്യം നമുക്ക് തിരികെ ലഭിക്കുമ്പോൾ നമ്മളെ വെറുക്കുകയും വിദ്വേഷിക്കുകയും പകയ്ക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നവരെ നാം സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സൗരഭ്യം നാം അവരിലേക്ക് പകരുകയും ചെയ്യും. She passed 2 days before she was 111. 111 വയസ്സ് പൂർത്തിയാക്കുന്നതിന് 2 ദിവസം മുൻപ് അവൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു. And when the coffin was coming into the church, we prayed the prayer that she prayed for. അവളുടെ മൃതശരീരം വഹിച്ചുള്ള പെട്ടി ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. We remembered what she taught us to pray for the world and for other human beings around the world. ഈ ലോകത്തിലെ മറ്റു മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന വലിയ പാഠം അവൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. Sickness is going to be with us. നമ്മുടെ ജീവിതത്തിന്റെ ആയുഷ്കാലം മുഴുവനും ഈ ലോകത്തിൽ നാം പാർക്കുന്നിടത്തോളം കാലം രോഗം നമ്മളെ പിന്തുടരുന്നുണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. The question is, how do we enter it in seeing the gift of God beyond sickness? ഈ രോഗത്തിന്റെ അനുഭവത്തിലും രോഗത്തിന് അപ്പുറത്ത് നമുക്ക് എങ്ങനെ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ കഴിയും എന്നുള്ള വളരെ പരമമായ ചോദ്യം നാം നമ്മോട് ചോദിക്കണം. God is able. God is able. ദൈവം തമ്പുരാൻ നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. So when I got out, I began telling everybody what God has done for me during the time of COVID. ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ എനിക്ക് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ ഞാൻ ഒരിക്കലും മടി കാണിക്കാറില്ല. My grace changed deeply. എൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യങ്ങളും ആഴമായി വലിയ മാറ്റം എന്നിലുണ്ടായി. I was teaching my student about grace written by other people. മറ്റുള്ളവർ എഴുതിയ കൃപയെക്കുറിച്ചുള്ള പാഠങ്ങളായിരുന്നു ഞാൻ ഇതുവരെ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. So I sat down and I said, today I'm going to tell you how this grace came to me in the ward when Delta was taking so many. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിദ്യാർത്ഥികളുടെ മുൻപിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതുവരെയും കൃപയുടെ പാഠങ്ങൾ ഞാൻ പലതിൽ പുസ്തകങ്ങളിൽ നിന്ന് പഠിപ്പിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ, രോഗത്തിൻ്റെ അനുഭവത്തിൽ, കോവിഡിൻ്റെ അനുഭവത്തിൽ ദൈവം കൃപ എന്നിലേക്ക് എങ്ങനെ ഇറങ്ങി വന്നു എന്നുള്ള പാഠം ഞാൻ പഠിപ്പിക്കുവാൻ പോവുകയാണ്. The young girl who healed me said, I'm going to do something very different and you're going to get out of here. എന്നെ ശുശ്രൂഷിച്ച ഈ ചെറുപ്പക്കാരിയായ സ്ത്രീ എന്നോട് ചെയ്ത കാര്യങ്ങൾ എന്നെ ഈ രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവളിലൂടെ ലഭിച്ച ശുശ്രൂഷകൾ. She called her grandmother and asked her to give her the African herbs that could heal COVID. എന്നെ ശുശ്രൂഷിച്ച നേഴ്സ് അവളുടെ വെല്ലുമച്ചയെ വിളിച്ച് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായ ഔഷധങ്ങൾ കൊണ്ടുവന്ന് എന്നെ പരിചരിക്കുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ അവൾ മുൻകൈയെടുത്തു. She took all those herbs that were natural in Africa, she put them together. പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഔഷധ സസ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് മരുന്നുണ്ടാക്കി അവൾ എന്നെ ശുശ്രൂഷിക്കുവാൻ ആരംഭിച്ചു. She boiled the water.
അവൾ വെള്ളം തിളപ്പിച്ച് She put the concoction in the water. ഈ ഔഷധ സസ്യങ്ങൾ അതിലേക്കിട്ട് She covered my head. എന്റെ തല And മൂടി. the heaviness of the smoke made me to overthrow. എന്റെ ശ്വാസം മുട്ടൽ അതിജീവിക്കുവാൻ തക്കവണ്ണം ഇത്തരത്തിലുള്ള ചികിത്സയിലൂടെ അവൾ സഹായിക്കുകയാണ്. I was healed. ഞാൻ അങ്ങനെ സൗഖ്യം പ്രാപിച്ചു. Do not forget the guiding angel. നാം ഒരിക്കലും നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ മറക്കരുത്. The one that God sends. നമ്മുടെ ഇടയിലേക്ക് വിടുതലിനായി അയക്കുന്ന മനുഷ്യരെ Sometimes God may send somebody so ordinary that you would look down upon. ചിലപ്പോഴെങ്കിലും നമ്മൾ വില കുറച്ച് കാണുന്ന സാധാരണ മനുഷ്യരിലൂടെ ആയിരിക്കാം ദൈവത്തിന്റെ അനിവാര്യമായ ഇടപെടൽ സംഭവിക്കുന്നത്. That person is a guiding angel that reminds you that you're still God's own. ഞാനും നിങ്ങളും ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇവരിലൂടെ ദൈവത്തിന്റെ നമ്മെ വഴി നടത്തുന്ന മാലാഖമാരുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. The world may be cruel, ഈ ലോകം but നമ്മോട് God's people are there. ചിലപ്പോഴെങ്കിലും ഈ ലോകം നമ്മളോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടാവാം. Respect God in other people. മറ്റുള്ളവരിൽ നാം കാണുന്ന ദൈവമുഖത്തെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ നമുക്ക് കഴിയണം. In the university, we're 65,000 of us in there. Students. ഞാൻ പഠിപ്പിക്കുന്ന സർവകലാശാലയിൽ 65,000-ഓളം വിദ്യാർത്ഥികളുണ്ട്. There were one or two who are so educated that they pass the gardener without greeting the gardener. ചിലപ്പോഴെങ്കിലും സർവകലാശാലയിൽ പഠിക്കുന്ന ഉന്നത ബിരുദധാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരെ അഭിവാദനം ചെയ്യുവാൻ മറന്നു പോകാറുണ്ട്. Emmanuel, God has come. നമ്മൾ വിശ്വസിക്കുന്നത് ഇമ്മാനുവലായ നമ്മുടെ ഇടയിലേക്ക് വന്ന് പാർക്കുന്ന ഒരു ദൈവത്തെയാണ്. They may not be educated, but they still have the image of God. ഞാനും നിങ്ങളും തിരിച്ചറിയണം, നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ ചിലപ്പോൾ സാധാരണക്കാരായിരിക്കാം, അവർ വിദ്യാവിഹീനരായിരിക്കാം, പക്ഷേ അവരിലുമുള്ളത് ദൈവത്തിന്റെ സാദൃശ്യമാണ്. Respect them and love Jesus in them. അവരിലുള്ള ക്രിസ്തുവിനെ, അവരുടെ ജീവിതത്തെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ നാം പഠിക്കണം. Amen. ആമേൻ.